തെരുവുനായ ശല്യം അത് ഒരു വലിയ വിഷയമായി രാജ്യമാകെ നിൽക്കുന്നു. സുപ്രീം കോടതി വലിയ ഇടപെടലുകൾ ഉണ്ടായി. അതേസമയം കേരളത്തിലെ സ്ഥിതി ഓരോ ദിവസവും സമാനമായ കുട്ടികളെ ഉൾപ്പെടെ ആക്രമിച്ചു എന്ന വാർത്തകൾ വന്നു. ചില മരണങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിനിടയിലാണ് തിരുവനന്തപുരത്തെ ഭീതിതമായ ഒരു സാഹചര്യം മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അത് തിരുവനന്തപുരത്തെ ചേങ്കോട്ടുകോണത്ത് നിന്നായിരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥ സ്വന്തം വീട്ടുവളപ്പിൽ നിരവധി നായ്ക്കളെ പാർപ്പിക്കുന്നു. അതുവഴി ആർക്കും പോകാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. മൂക്കുപൊത്താതെ പരിസരത്ത് കൂടി പോകാൻ കഴിയില്ല. വഴിയിലും നടന്നാൽ ഭീതിയാണ്, ഭയമാണ്. അത്തരം പ്രതികരണങ്ങളൊക്കെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥരുടെ വീട്ടിൽ പാർപ്പിച്ചിരുന്ന നായ്ക്കൾ ഷെൽട്ടറിലേക്ക് മാറ്റുക എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയത്തിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുന്നു. വിഷയം മാതൃഭൂമി ന്യൂസ് വാർത്തയാക്കിയതിന് പിന്നാലെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തരത്തിൽ ഒരു ഇടപെടൽ സ്വീകരിച്ചത്. കാട്ടായിക്കോണത്ത് പോലീസ് ഉദ്യോഗസ്ഥ വീട്ടിൽ തെരുവ് നായ്ക്കളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിരുന്നു. മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരുന്നു. അന്നേ തന്നെ ഇത് ശ്രദ്ധ നേടിയിരുന്നു. മാത്രമല്ല, ആ വാർത്തയ്ക്ക് പിന്നാലെയാണ് മേയർ വി രാജേഷ് ഈ വിഷയത്തിൽ ഇടപെടുന്നതും അതിന് ഒരു പരിഹാരം എന്നോണം ഈ കഴിഞ്ഞ ദിവസം ഈ നായ്ക്കളെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അന്നേ ദിവസം മാറ്റാൻ ഉദ്ദേശിച്ചിരുന്ന സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ സാധിച്ചില്ല. ഇന്നിപ്പോൾ വീണ്ടും കോർപ്പറേഷൻ സ്ഥലത്തെത്തുകയും അധികാരികളെല്ലാം തന്നെ സ്ഥലത്തുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കം കൗൺസിലറും മേയറും അടക്കം നേരിട്ടെത്തി ഈ നായ്ക്കളെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. ഇപ്പോൾ മേയർ വി രാജേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പരമാവധി നായ്ക്കളെ 67 ഉണ്ടെന്നാണ് ഇപ്പോൾ കൗൺസിലറിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പരമാവധി എണ്ണത്തിന് ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് മാറ്റും. അടുത്ത ദിവസങ്ങളിലായിട്ട് അത് പൂർണ്ണമായിട്ടും മാറ്റും. ഇവിടുത്തെ കൗൺസിലർ ശ്രീമതി സിന്ധു ശശി ഈ വിഷയം വന്നപ്പോൾ തന്നെ അവരെ ജനങ്ങൾ സമീപിച്ചിരുന്നു. അപ്പോൾ തന്നെ ഈ വിഷയം മാധ്യമങ്ങളിലൂടെ, പ്രത്യേകിച്ച് മാതൃഭൂമിയിലൂടെ അറിഞ്ഞിട്ട് ഞാൻ അപ്പോൾ തന്നെ കൗൺസിലറെ വിളിച്ചിരുന്നു. ഇവരൊക്കെ ആയിട്ട് ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ സ്ഥലം കണ്ടെത്തി. ഇന്ന് പരമാവധി നായ്ക്കളെ ABC സെൻറ്ററിലേക്ക് മാറ്റുകയാണ്. അവിടെ കൊണ്ടുപോയി ABC നടത്തി വാക്സിൻ കൊടുത്ത് മറ്റു മരുന്നുകളൊക്കെ കൊടുത്തതിന് ശേഷം അടുത്ത ദിവസങ്ങളിൽ ഇതിനെ ഷെൽട്ടറിലേക്ക് മാറ്റും. അങ്ങനെ കൂടുതൽ ഷെൽട്ടറുകൾ ഉണ്ടാക്കി തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരുവുനായ് ശല്യം പൂർണ്ണമായും പരിഹരിക്കുവാനുള്ള വളരെ വലിയൊരു പരിശ്രമത്തിലാണ് ഞങ്ങളുടെ ഹെൽത്ത് ടീമൊക്കെ. ഇത്രയും നായ്ക്കളെ ഒരു വീട്ടിലാണ് പോലീസായിട്ടുള്ള മെറ്റിൽഡ വളർത്തിയത്. അപ്പോൾ അത് തന്നെ നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. പക്ഷേ എന്തായാലും തക്ക സമയത്ത് നഗരസഭയുടെ ഇടപെടൽ കാരണം നമുക്ക് കൃത്യമായിട്ട് ഒരു പകുതി ഇപ്പം മാറ്റുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടുത്ത ഘട്ടത്തോടുകൂടി പൂർണ്ണമായിട്ട് മാറ്റും. ഒരു ഒറ്റപ്പെട്ട രീതിയിൽ ഇവിടെ താമസിക്കേണ്ട ഒരവസ്ഥ വന്നു, പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഇപ്പം അതിനൊരു പരിഹാരമാകുന്നെന്ന് പ്രതീക്ഷ. അതെ, വളരെ സന്തോഷമുണ്ട്. ബിക്കോസ് 2 ഇയേഴ്സായിട്ട് ഞാൻ എൻ്റെ പുറകെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല. കോർപ്പറേഷൻ, ഓംബുഡ്സ്മാൻ, ഹ്യൂമൻ റൈറ്റ്സ്, അവസാനത്തെ ഇതെന്ന രീതിയിലാണ് ഞാൻ മീഡിയയെ കോൺടാക്ട് ചെയ്തത്. മാതൃഭൂമിക്കാർ വന്നു, ഫുൾ കവറേജ് കിട്ടി, കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തു. ആൻഡ് ഇന്ന് ഇത് സംഭവിക്കുകയാണ്. വളരെ വളരെ സന്തോഷമുണ്ട്. വളരെയധികം നന്ദിയുണ്ട് മേയർക്കും മാതൃഭൂമി ന്യൂസിനും എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. എന്തായാലും ജനങ്ങളെ ചേർത്ത് നിർത്തി പ്രശ്നങ്ങൾക്കൊപ്പം നിന്ന് ഒരു കോർപ്പറേഷൻ മുന്നോട്ട് പോവുകയാണ്. അതിനൊപ്പം ഒരു മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ മാതൃഭൂമി മുന്നോട്ട് പോവുകയാണ്. അതിനുള്ള സന്തോഷം അറിയിക്കുന്നു. ക്യാമറാമാൻ പ്രേം ശശിക്കൊപ്പം ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്. കേൾക്കുമ്പോൾ കാണുമ്പോൾ കൗതുകരമാണ്, വളരെ നിസ്സാരമാണ് എന്നൊക്കെ തോന്നാം. പക്ഷേ അനുഭവിച്ചവർക്കേ അറിയൂ. അത്തരം ഭീതിതമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയൂ. കുട്ടികൾക്ക് നായയുടെ കടിയേൽക്കുമ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന ഭീതി, ഉത്കണ്ഠ, എത്ര നാൾ കുട്ടിയുടെ ആരോഗ്യത്തിൽ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്ന ഭയം, അവയൊക്കെ നേരിട്ടവർക്ക് ഇക്കാര്യങ്ങളിലൊക്കെ ബോധ്യമുണ്ടാകും. മാത്രമല്ല, ഗ്രാമമേഖലയിലും നഗരമേഖലയിലും ഒക്കെ രാത്രി യാത്ര ചെയ്യുന്നവർക്ക് ഇപ്പോൾ ബിസിറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിയിലെ നായശല്യത്തെ നായയെ പേടിച്ച് ഭയപ്പെട്ട് രാത്രിയിൽ ഒറ്റക്കിരട്ടിൽ പോകേണ്ടി വരുന്നവർക്ക്, രാത്രി വാഹനം ഓടിച്ചു പോകുമ്പോൾ നായ കുറുകെ ചാടി അപകടമുണ്ടായവർക്ക്, അത്തരം കുടുംബാംഗങ്ങൾക്ക്, ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് അവരെ സംബന്ധിച്ചൊക്കെ വളരെ പ്രധാനമാണ് ഇത്തരം ഒരു ഇടപെടൽ എന്ന് പറയാതെ വയ്യ. ഒരു തദ്ദേശ സ്ഥാപനം അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നു. ഇപ്പോൾ BJPയുടെ ഭരണസമിതിയാണ് തിരുവനന്തപുരം നഗരസഭയിൽ വന്നത്. ഇപ്പോൾ BJP ഭരണം വന്നതുകൊണ്ടൊരു പുതിയ ഇടപെടൽ ഉണ്ടായി എന്ന അർത്ഥത്തിലൊന്നുമല്ല പറയുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് തെരുവ് നായകളെ നിയന്ത്രിക്കുക എന്നത് സുപ്രീം കോടതി നേരത്തെ തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ ഒരു ഇടപെടൽ ഉണ്ടാക്കുന്നു. ആ ഇടപെടലിൽ നഗരസഭയെ അഭിനന്ദിക്കാതെ തരമില്ല. അതേസമയം ഇനി തുടർ നടപടികൾ എന്താണ്, നഗരത്തിലാകെയുള്ള തെരുവുനായ വിഷയത്തിൽ എന്ത് നടപടി നഗരസഭ സ്വീകരിക്കും എന്ന കാര്യത്തിലൊക്കെ നമ്മുടെ നിലപാടിൽ ഭിന്നതയുണ്ടാകാം, സ്വാഭാവികമാണ്. പക്ഷേ ഇതൊരു ഭീതിതമായ അന്തരീക്ഷത്തിൽ ആ വാർത്തയുടെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നഗരസഭ ഇടപെട്ടിട്ടുണ്ട്. AK സ്റ്റെഫിനാണ് അന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. സ്റ്റെഫിൻ, ഇപ്പോൾ നഗരസഭ ഇടപെട്ട് പൂർണ്ണമായും നായകളെ മാറ്റിയോ? നേരത്തെയുള്ള ഒരു റിപ്പോർട്ട് ഇന്ദുലേഖ രേണുവിൻ്റെ റിപ്പോർട്ട് കണ്ടതാണ്, അവിടുത്തെ ദൃശ്യങ്ങളും പ്രതികരണം കണ്ടാണ്. അതിനുശേഷമുള്ള സ്ഥിതി എന്താണ്?
രതീഷ്, ഏതായാലും പൂർണ്ണമായി ആ നായകളെ ഒന്നും മാറ്റിയിട്ടില്ല. ഇനി ഏതായാലും ഒരു 10-15 നായ്ക്കളുണ്ട്. അതിൽ കൂടുതലും ചെറിയ നായ്ക്കളാണ്. അതുകൊണ്ട് തന്നെ ആ നായ്ക്കളെ പെട്ടെന്ന് ഒന്ന് മാറ്റുന്നതിന് വേണ്ടി ഒന്നും തന്നെ കഴിയില്ല. ഷെൽട്ടറുകൾ കണ്ടെത്തണം. ഏതായാലും വലിയൊരു ശ്ലാഘനീയമായ പ്രവർത്തനമാണ് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 67 നായ്ക്കൾ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നു. അതിലേതാണ്ട് 52 നായ്ക്കളെ ഇന്ന് അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഈ ഏറ്റവും പ്രധാനമായ ഒരു പരിമിതി എന്ന് പറയുന്നത് ഈ നായകളെ പാർപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഷെൽട്ടർ എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് വി രാജേഷ് മേയറുമൊക്കെ ആയ ആദ്യഘട്ടത്തിൽ സംസാരിച്ചപ്പോഴേ അദ്ദേഹം പറഞ്ഞു 31-നകം ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കും, അല്ലെങ്കിൽ അതിനൊരു തുടക്കമാകും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അതേതായാലും യാഥാർത്ഥ്യമായിരിക്കുകയാണ്. 50 നായകളെ അവിടെ നിന്ന് മാറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു ദൗത്യമാണ്. ആ ദൗത്യത്തിൽ എന്തായാലും കോർപ്പറേഷൻ വിജയിച്ചു എന്ന് തന്നെ പറയാം. വണ്ടിത്തടത്തെ കോർപ്പറേഷൻ്റെ ആ ഒരു നായപരിപാലന കേന്ദ്രം, അവിടെ പ്രത്യേക സജ്ജീകരണങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒരു പുതിയ പദ്ധതിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഈ നായ പ്രശ്നത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ചും ഒരു കണക്കെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ മാത്രം 8500ഓളം നായ്ക്കൾ ഇത്തരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കോർപ്പറേഷൻ്റെ ഒരു കണ്ടെത്തൽ. അപ്പോൾ അത് എത്രമാത്രം വലിയ സംഖ്യയാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പരിഹാരമുണ്ടാകും. ഇപ്പോൾ ഒരിടത്തെ പ്രശ്നം പരിഹരിച്ചു, അതിന് ഇത്ര ഹൈപ്പ് വേണമെന്ന ചോദ്യമൊക്കെ സ്വാഭാവികമായി വരും. അത്തരം കമന്റുകളൊക്കെ സ്വാഭാവികം. പക്ഷേ ഇത് ചെറിയ കാര്യമല്ല. നഗരത്തിലെ ഈ തെരുവുനായ പ്രശ്നത്തിൽ എന്ത് നടപടി, അതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകുമോ? ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും? എന്താണ് മേയർ പറയുന്നത്? തീർച്ചയായിട്ടും അതിന് അവരുടേതായിട്ടുള്ളൊരു പൈലറ്റ് പ്രോജക്റ്റായിട്ട് മുന്നോട്ട് വയ്ക്കുന്നു. അതായത് സ്വകാര്യ വ്യക്തികൾക്ക്, നായകളെ ഇഷ്ടമുള്ള സ്വകാര്യ വ്യക്തികൾക്ക് ഒരു സ്ഥലം തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നായകളെ പാർപ്പിക്കുന്നതിന് വേണ്ടി ഒരു വലിയ സ്ഥലം, ഏക്കർ കണക്കിന് സ്ഥലം എന്ന് തന്നെ ഇരിക്കട്ടെ, ഏതാണ്ട് അത്രയധികം നായകളെ പാർപ്പിക്കണമെങ്കിൽ അത്രയും സ്ഥലങ്ങൾ വേണ്ടതുണ്ട്. അങ്ങനെ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ ഈ നായകൾക്ക് വേണ്ടിയുള്ള ആഹാരം, അതോടൊപ്പം തന്നെ ചികിത്സ, മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കോർപ്പറേഷൻ നൽകും. ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം വേണമെങ്കിൽ അതും നൽകും. ഇപ്പോൾ ഇതിന് കൈയടിക്കേണ്ട ഒരു ദൗത്യം തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2 വർഷമായി ഈ വീട്ടമ്മയും അതോടൊപ്പം തന്നെ നാട്ടുകാരും കയറാവുന്ന ഓഫീസുകൾ കയറിയിറങ്ങുന്നു. പ്രശ്നപരിഹാരത്തിന് വേണ്ടി മനുഷ്യാവകാശ കമ്മീഷനെയും പോലീസിനെയും എല്ലാം സമീപിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കഴിഞ്ഞ ഭരണസമിതി അടക്കം സമീപിച്ചിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടായില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഇവിടെ വന്ന് പരിശോധന നടത്തുകയും അത്യന്തം ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ് ആ നാട്ടിലുള്ളത്, വലിയ പ്രതിസന്ധിയിലേക്ക് ഒരുപക്ഷെ നീങ്ങാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അവിടെ വന്ന് ഉദ്യോഗസ്ഥർ എഴുതിപ്പോയ സ്ഥലത്ത് തുടർ നടപടി നിലച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രതിസന്ധിയുള്ള കാര്യം. എന്ത് ചെയ്യണമെന്നറിയാമെന്ന വീട്ടമ്മയാണ് പിന്നീട് മാതൃഭൂമി ന്യൂസിലേക്ക് ഈ വിവരം അറിയിക്കുന്നത്. പിന്നാലെ നമ്മൾ വാർത്ത ചെയ്യുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടായിരിക്കുന്നത്. ശരി, ഏതായാലും ഒരു ഇടപെടൽ നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. പുതിയ നഗരസഭയാണ്. അത് പുതിയ നഗരസഭാ ഭരണത്തിന്റെ ആവേശമാണോ, അതോ തെരുവുനായശല്യത്തിൽ ഉൾപ്പെടെ ഇത്തരം വിഷയങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടൽ ഉണ്ടാകുമെന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഇനി നൽകേണ്ടതുണ്ട്. അതിന് കാലമാണ് ആ ഉത്തരം നൽകേണ്ടത്. ആ ഭരണസമിതി അക്കാര്യത്തിൽ ഉത്തരങ്ങൾ പറയേണ്ടതുണ്ട്, നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. എന്തായാലും മാതൃഭൂമി ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. താൽക്കാലികമായെങ്കിലും ആ പ്രദേശവാസികൾക്ക് ആശ്വാസമാണ്.